Hello friends, welcome back to my channel. So നമ്മൾ ഇന്ന് ഒരു ചെറിയ പ്രിപ്പറേഷൻ ആണ്, ഒരു ടീ സ്നാക്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കടലപ്പൊടി ഓൾറെഡി ബോളിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മിക്സ്ചേഴ്സ് നമുക്ക് മിക്സ് ചെയ്യാനുള്ള ഐറ്റംസ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച കായം നമ്മൾ കുറച്ച് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യണം. നമ്മൾ കായം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത്ര മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ട ടേസ്റ്റിനനുസരിച്ചുള്ള നമുക്ക് ഉപ്പിടാം. അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് മുളക് പൊടിയും ടേസ്റ്റിന് വേണ്ടി മാത്രം ഇട്ടാൽ മതി. അത്യാവശ്യം സ്പൈസി ആയി വേണ്ടവർക്ക് അത്ര വേണമെങ്കിൽ കൂടുതലിടാം. നമുക്കിപ്പോൾ അധികം സ്പൈസി ആയിട്ടുള്ള നോർമൽ സ്പൈസി വേണ്ടവരാണെങ്കിൽ അധികം മുളക് പൊടി ഇടുന്നില്ല. മുളക് പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും ഇട്ട് കഴിഞ്ഞു. നമുക്ക് വേണ്ട ഇതെല്ലാം നമ്മൾ ഈ കടലപ്പൊടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊഴിച്ചാൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡിഷിനുള്ള ബാക്കി പ്രിപ്പറേഷൻ നമുക്ക് റെഡി ആക്കി എടുക്കാം. അതായത് നമ്മുടെ കയ്യിൽ ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലീനെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതുള്ളവർ ഇട്ട് കൊടുത്താൽ നല്ല നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ഭംഗിയും ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാവും നമ്മുടെ ഇഡ്ഡലിയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നരിയിൽ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, ഇഡ്ലി ബജിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ വീട്ടിലിങ്ങനെ ഇഡ്ലി ഇഷ്ടമല്ലാത്തവരെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഈവനിങ് സ്നാക്കാണ് ഇത്. ഇഡ്ലി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലായൊന്നുമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഈവനിങ് ടൈമിൽ സ്നാക്സ് ഒന്നും ഇല്ല, ഒന്നും കഴിക്കാനൊന്നും ഇല്ലാന്ന് വീട്ടിലിരിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഈവനിങ് സ്നാക്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അത് വേറെ ഒന്നുമല്ല, ഇഡ്ലി ബജി ആയിരുന്നു. അപ്പോൾ ഇഡ്ലി കൊണ്ട് എങ്ങനെ ഒരു ബജി ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ സക്സസ്ഫുൾ ആയി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന നേരം, അത് പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിഷ് തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ വ്ളോഗ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എൻ്റെ പുതിയ വ്ളോഗ്സ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ പുതിയ വ്ളോഗ്സ് പുതിയ എപ്പിസോഡായിട്ട് കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.